ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാട്ടോ. അതാ വരുന്നു. കോവിഡ് നേരിടാൻ ഈ മാസം 31 വരെ പൂർണ്ണമായി കേരളം അടച്ചിടും. പൊതുഗതാഗതം നിർത്തും, അതിർത്തികൾ അടയ്ക്കും. കുടിവെള്ളമടക്കം അവശ്യ സേവനം മുടങ്ങില്ല. സംസ്ഥാനത്ത് 28 പേർക്ക് കൂടി കോവിഡ്. കാസർഗോഡ് 19 പേർക്ക് കൂടി. 64,320 പേർ നിരീക്ഷണത്തിൽ, 383 പേർ ആശുപത്രിയിൽ. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെ മാത്രം. ബാറുകളില്ല, ഔട്ട്ലെറ്റുകൾ തുറക്കും. നിരീക്ഷണത്തിലുള്ളവർ പുറത്തിറങ്ങിയാൽ കർശന നടപടി. എല്ലാ ജില്ലകളിലും നാളെ രാത്രി മുതൽ ആഭ്യന്തര വിമാന സർവീസുകളുമില്ല. രാജ്യത്ത് കോവിഡ് സംസ്ഥാനങ്ങൾ പൂർണ്ണമായും 6 സംസ്ഥാനങ്ങൾ ഭാഗികമായും അടച്ചു. സമ്മേളനം വെട്ടിച്ചുരുക്കി ലോക്സഭയും രാജ്യസഭയും പിരിഞ്ഞു. സുപ്രീം കോടതി തമിഴ്നാട്ടിൽ നാളെ മുതൽ 2 മാസത്തേക്കുള്ള സാധനങ്ങൾ നമുക്ക് സ്റ്റോക്ക് ചെയ്യണം. കടകളിലും KSRTC ബസ്സുകളിലും വൻ തിരക്ക്. നാളെ നമുക്ക് തപ്പിൽ ചുട്ട കോഴി ഉണ്ടാക്കണം. തപ്പിൽ ചുട്ട കോഴിയോ? അവൻ ഇന്നലെ വാട്സപ്പിൽ മറ്റോ കണ്ടതാ, അപ്പൊ തൊട്ട് തുടങ്ങിയതാ. നാളെ എനിക്ക് അതിലേക്ക് ചപ്പാത്തി തന്നെ വേണം കേട്ടോ അമ്മേ. എനിക്ക് ചപ്പാത്തി വേണ്ട അമ്മ, എനിക്ക് കുബൂസ് മതി. എനിക്ക് മതി അമ്മേ. പഞ്ചസാര 5 കിലോ, പരിപ്പ് 1 കിലോ, മൈദ 3 പാക്കറ്റ്, വെളിച്ചെണ്ണ 4 ലിറ്റർ, നൂഡിൽസ് 10 പാക്കറ്റ്, ഉഴുന്ന് 4 കിലോ, അരി 1 ചാക്ക്, ഉള്ളി 1 കിലോ, തക്കാളി 1 കിലോ, പാൽപ്പൊടി 10 പാക്കറ്റ്, വൻപയർ 4 കിലോ, ചെറുപയർ 2 കിലോ, കിഴങ്ങ് 3 കിലോ, ആട്ട 2 പാക്കറ്റ്. സാധാരണ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ടൗണിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. ഇപ്പൊ അതൊക്കെ പൂട്ടി. നമ്മളെ ഈ നാട്ടിൻപുറത്തെ കടയിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവും. എന്റെ ഗീത, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഈ നാട്ടിൽ ആകെ ഉള്ളത് ഒരു കടയാണ്. ഇത്രയും സാധനങ്ങൾ അവിടുന്ന് ഒന്നിച്ച് വാങ്ങുന്നത് ശരിയാണോ? എനിക്കതൊന്നും അറിയില്ല, മക്കൾ പറയുന്നത് കേട്ടില്ലേ? ലോകം വിറയ്ക്കുന്നു, ലോകർക്ക് വിശക്കുന്നു, ലോകം വിറയ്ക്കുന്നു, ലോകർക്ക് വിശക്കുന്നു. അമൂല്യമാണാഹാരം, അതില്ലേൽ ജീവന്റെ സംഹാരം. യഥേഷ്ടം ഭുജിക്കാൻ ഭാഗ്യമുള്ളോർ നമ്മൾ, എന്നാൽ ഏറെയും അഷ്ടിക്ക് വകയില്ല പാവങ്ങളാണീ ഭുവനത്തിൽ. ആരുണ്ടിതോർക്കുന്നു, ആരിവരെ നോക്കുന്നു, ആരുണ്ടിതോർക്കുന്നു, ആരിവരെ നോക്കുന്നു, പശിയടങ്ങാതവരെല്ലാം ഒടുങ്ങുന്നു. പട്ടിണി പാവങ്ങൾ മരിക്കുന്നു, പട്ടിണി പാവങ്ങൾ മരിക്കുന്നു. ഭക്ഷണം അത് വിലമതിക്കാനാവാത്തതാണെന്നതോർക്കോ. ഈ ക്ഷണം നിങ്ങൾ ഏവരും കണ്ണുകൾ തുറക്കോ. ഈ മഹാമാരിതൻ നേരത്തെ ദുരിതം പേറും മനുഷ്യർ തൻ ചാരത്തെ താങ്ങും തണലുമായി സർക്കാരുണ്ടേ.
ഒരുപാട് ത്യാഗം സഹിച്ച് നിയമപാലകരൊപ്പമുണ്ട്, എന്നും നമ്മോടൊപ്പമുണ്ട്. സാന്ത്വനമായി കൂടെയുണ്ട്, എന്നും എപ്പോഴും കൂടെയുണ്ട്, അവർ ഒപ്പമുണ്ട്. നാണയമേ ഇതും കൂടി ഒന്ന് എന്നിട്ട് നിങ്ങൾക്കുള്ള എടുക്കാം കേട്ടോ. അല്ല ഇതാരും നാണയമ്മയോ? സുഖല്ലേ? സുഖം തന്നെ, അല്ലാതെ എന്ത് പറയാനാ. മാഷേ, നിങ്ങളെ ഈ വഴിക്ക് കാണച്ചാല് കൊറോണ പോലെ എന്തേലുമൊക്കെ വരേണ്ടി വരും. നാണയമയ്ക്ക് എന്താ വേണ്ടേ? 1/2 കിലോ പഞ്ചസാര, 100 ഗ്രാം ചായപ്പൊടി, പിന്നെ 1/2 ലിറ്റർ വെളിച്ചെണ്ണ, ഒരു പാക്കറ്റ് കടുക് കൂടി വേണേ. എത്രയായി കുട്ടിയെ? 140. 10 രൂപയ്ക്ക് വെച്ചില്ല. അപ്പൊ 150. ഇനി വല്ലതും വേണോ ആണിയമ്മേ? വേണ്ട, തൽക്കാലം ഇത് മതി കുട്ടിയെ. അരി സാധനങ്ങളും ഒക്കെ സർക്കാരിൻ്റെ വക സൗജന്യമായി കിട്ടുന്നുണ്ട്. അത്യാവശ്യത്തിന് ഇത് മതി. വെറ്റില. എന്നാ മാഷെ നടത്തണം. ശരി. മാഷ്ക്ക് എന്താ വേണ്ടേ? ഒരു 5 കിലോ പഞ്ചസാര, 1 കിലോ പരിപ്പ്, 3 പാക്കറ്റ് മൈദ, 4 ലിറ്റർ വെളിച്ചെണ്ണ. മാഷേ, ഇവിടെ ചെറിയ കവറുകൾ മാത്രമേ ഉള്ളൂ. 2-3 കവറുകൾ ആക്കേണ്ടി വരും. പോരെ? മതി, അങ്ങനെ എടുത്താൽ മതി. മാഷ്കിന് ഏതായാലും 2 മാസം പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ അല്ലേ? എനിക്കൊരു ചെറിയ കവർ കൂടി വേണം. അകത്തേക്ക് വെച്ചേ. ഇതിൽ ഇത്തിരി അത്യാവശ്യ സാധനങ്ങളാട്ടോ. ഞാൻ ഈ വിറകൊന്ന് വെട്ടി അടിച്ചു വെക്കട്ടെ കേട്ടോ.
നാണിയമ്മേ, ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മുത്തശ്ശിപ്പ് കൊണ്ടുവന്നല്ലോ. ആ ലീലേച്ചിയുടെ വീട്ടിൽ സാധനങ്ങളൊന്നുമില്ലാന്ന് അമ്മ പറയണ കേട്ടേന്നു. ഇത് നമുക്ക് അവിടെ കൊടുക്കാലേ മാഷേ? തീർച്ചയായും. മോള് മാഷിനെ വീടൊന്ന് കാണിച്ചു തരൂ. ആ മാഷേ. കുറച്ച് സാധനം തരാനാ. ചിലർ പലതരം രുചികൾ അന്വേഷിച്ച് നടക്കുന്നു. മറ്റു ചിലർ ഒരു നേരത്തെ വിശപ്പടക്കാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നു.